4.5 പവന്റെ സ്വർണ്ണ ഉരുപ്പടി വഴിയിൽ നിന്ന് കിട്ടും. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള ഓട്ടോ കൂലി പോലും കയ്യിലില്ലാതിരുന്ന ഒരു വീട്ടമ്മ. അവർ ജ്വല്ലറി ഉടമ വഴി പിന്നീട് സ്വർണം പോലീസിനെ ഏൽപ്പിക്കുകയും അത് യഥാർത്ഥ ഉടമയ്ക്ക് കിട്ടണമെന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കും. നിങ്ങളുടെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ വേറൊരാളായിരുന്നെങ്കിൽ കിട്ടത്തില്ല. അല്ല, നിങ്ങൾ കളയാൻ തുടങ്ങിയ സാധനം അപ്പൊ നിങ്ങൾ അർഹിക്കുന്ന സാധനം ഞാൻ വാങ്ങിച്ചു കേട്ടോ. നിങ്ങളൊന്നും വിഷമിക്കട്ടെ. കോഴഞ്ചേരി സ്വദേശിയായ ജോർജ് പി ഈശോയുടെ 4.25 പവന്റെ ബ്രേസ്ലെറ്റ് അല്ലെ, അത് തിരികെ കിട്ടിയിരിക്കുകയാണ്. ഒന്ന് കാണട്ടെ. ഈ ബ്രേസ്ലെറ്റ് ആണ് കഴിഞ്ഞ ദിവസം കോഴഞ്ചേരി ടൗണിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയത് അല്ലേ, ജംഗ്ഷനിൽ. അപ്പോ ഇപ്പൊ അത് തിരിച്ചു കിട്ടാൻ ഇടയായത് ശ്രീലത എന്ന് പറയുന്ന ഈ വീട്ടമ്മയുടെ ഒരു നല്ല മനസ്സൊപ്പം തന്നെ ശ്രീ അനിൽകുമാറിന്റെ ഇടപെടൽ. ശ്രീലത എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇത് ആദ്യം കാണുന്നത്. അവരോട് എന്താ പറയാനുള്ളത്? പിന്നെ അയ്യോ, ധാരാളം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇത് നമ്മൾ 5-6 ലക്ഷം രൂപയുടെ സാധനമാണ്. ഇത് എത്ര ഈ സമയത്ത് ഈ വില കൂടിയ സമയത്ത് ആരുടെ കിട്ടി ഇത് തിരിച്ചു തരും? ഒന്നോർത്ത് നോക്കി. അവര് സാധു സ്ത്രീ ആയതുകൊണ്ടല്ലയോ തിരിച്ചു കിട്ടി. വേറെ വല്ലവരുടെ ആയിരുന്നെങ്കിലും നന്ദി പറയാ. 100 അവര് ഇനി വല്ലപ്പോഴും ഒക്കെ എന്റെ വീട്ടിലൊക്കെ വരണം കേട്ടോ, എങ്കിലേ സ്നേഹം അറിയത്തുള്ളൂ. അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. മോള് പഠിക്കാൻ വല്ലതും എന്താ പഠിക്കാൻ നീ? അത് പഠിച്ച് മിടിക്കായിട്ട് വാ. കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അതും ഞാൻ ഏറ്റു. ശ്രീലതയോട് ചോദിക്കാം. ശ്രീലത B.Ed കോളേജിലെ താൽക്കാലിക ജീവനക്കാരിയായി ജോലി ചെയ്യുകയാണ്. വഴിവെച്ച് കിട്ടി, അപ്പോഴും പ്രാർത്ഥനയായിരുന്നു ഇത് യഥാർത്ഥ ഉടമസ്ഥ കിട്ടണമെന്ന്. സന്തോഷമായോ? ഇന്നലെ വൈകിട്ടും ഞങ്ങൾ അമ്പലത്തിൽ, ഇപ്പോൾ അവിടെ കോഴഞ്ചേരി ശ്രീകൃഷ്ണ അമ്പലമുണ്ട്, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ഭഗവാനെ ഇതിൻ്റെ യഥാർത്ഥ അവകാശം കിട്ടണമെന്ന്. അന്നേരം അമ്പലത്തിൽ ഇന്നലെ ചെയ്ത വഴിപാട്, ഞാൻ നെയ്വിളക്കൊക്കെ കത്തിക്കാനുണ്ട്, ആ വഴിപാടിനുള്ള പൈസയൊക്കെ അവർ ഇന്നലെ പറഞ്ഞ് ഇന്ന് കൊണ്ട് കൊടുത്താൽ മതി. ഇന്ന് ആ പൈസയും കൊണ്ട് പോയി കൊടുക്കുന്ന നേരത്താണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പേ സഹായിച്ചു എന്നാൽ ഭഗവാന്. ഞാൻ എന്ത് ചെയ്യുന്നു, അത് എന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മയായിട്ട് വരണം, അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് പറയും. അത് വേണ്ട, അന്നെന്റെ മുതൽ വേണ്ട. കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് പോകണമെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ പൈസ ഇല്ലായിരുന്നു. അന്ന് സത്യം ഇല്ലായിരുന്നു. അതെനിക്കൊരു നാണക്കേട് വരെ. ജോലി ചെയ്തിട്ട് 10 പൈസ ഇല്ലെന്ന് പറയുന്നത് നാണക്കേടായിരുന്നു. പക്ഷെ അത് ഈ സ്വർണം ഈ ചേച്ചി കിട്ടിയപ്പോൾ തന്നെ ചേച്ചി വിശ്വസിച്ച് ഏൽപ്പിച്ചത് ജ്വല്ലറി ഉടമയായ ശ്രീ അനിൽകുമാറിനെയാണ്. കോഴഞ്ചേരിയിലെ ശ്രീലക്ഷ്മി ജ്വല്ലറി ഉടമയാണ്. അപ്പോൾ എന്തായാലും ഉടമസ്ഥന് ആ സ്വർണം തിരികെ കിട്ടാൻ നമ്മളും ഇടയായില്ലേ. 2.5 മാസം മുമ്പ് ഇതേ സമാനമായ ഒരു കേസ്, ഒരു താലിമാല നഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് ഏൽപ്പിച്ച് അതേമാതിരി ഉടമസ്ഥരെ കണ്ടെത്തി കൊടുത്തതാ. ആ ഒരു വാർത്ത കണ്ട പ്രചോദനമായിരിക്കാം അവർക്ക് എന്നെ ഏൽപ്പിച്ച സത്യസന്ധമായുള്ള കാര്യങ്ങളിൽ യഥാർത്ഥ ആളിന്റെ കൈവശം കിട്ടുമെന്ന് തോന്നിയത്. ഞാൻ അന്നേരം തന്നെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചു. സന്തോഷമായി. യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തി കൊടുത്തതിന് അവരുടെ സത്യസന്ധതയിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. സന്തോഷമുണ്ട്. ശ്രീലതയെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? സത്യസന്ധ എന്ന് വിളിച്ചാൽ പോരാ. അവർ പറഞ്ഞൊരു വാചകമുണ്ട്, നന്മ ചെയ്യുക, ആ നന്മയുടെ ഗുണം തന്റെ മക്കൾക്ക് അടക്കം കിട്ടുക എന്നുള്ളത്. അപ്പൊ വിയർക്കാതെ തിന്നരുത് എന്നൊരു തത്വമുണ്ട്. നമ്മൾ അധ്വാനിക്കാത്ത മുതല് നമുക്ക് അവകാശപ്പെട്ടതല്ല